ഇൻഡിപെൻഡൻസ് ഡേക്ക് യൂണിഫോമിൽ പിൻ ചെയ്തുകൊണ്ടുപോകാൻ വേണ്ടിട്ട് നമുക്കൊരു ഇന്ത്യൻ ഫ്ലാഗിന്റെ ബാഡ്ജ് ഉണ്ടാക്കിയാലോ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പൊ അതിനാകെ വേണ്ടത് നമ്മുടെ ഫ്ലാഗിന്റെ കളറിലുള്ള ഗ്ലിറ്റർ പേപ്പേഴ്സ് ആണ് കേട്ടോ. അത് ഏതൊക്കെ കളറാന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ. ഞാനൊന്ന് നോക്കട്ടെ ആർക്കൊക്കെ അറിയാന്ന്. അപ്പൊ വൈറ്റ് 1.5 സെന്റിമീറ്ററിലും ബാക്കി രണ്ടും ഓൾമോസ്റ്റ് 2 സെന്റിമീറ്ററിലുമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള ബാഡ്ജ് ആണോ വേണ്ടത് ആ ഒരു സൈസിൽ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ വീഡിയോയിൽ കാണിക്കുന്നില്ലേ അതേപോലെ ലൈൻ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ചു നേരം ഡ്രൈ ആകാൻ വെക്കാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആ ഒരു റൗണ്ട് തിരിച്ചു പിടിച്ച് ബാക്കിൽ എക്സ്ട്രാ ആയിട്ട് വന്ന ഗ്ലിറ്റർ ഷീറ്റ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ നമുക്ക് ബേസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അശോക ചക്ര വയ്ക്കണ്ടേ? അത് ഞാൻ ഓൾറെഡി ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലൂ ഇങ്ക് വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ബാഡ്ജിന്റെ ഏകദേശം ഒരു സൈസ് നോക്കിയിട്ട് ആ ഒരു അശോക ചക്ര വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് അത് സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് യൂണിഫോമിൽ പിൻ ചെയ്ത് വെക്കാനുള്ള സംഭവം സെറ്റ് ആക്കണ്ടേ? അതിന് ഞാൻ അമ്മേന്റെ അടുത്തുനിന്ന് ഒരു പിന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ കുറച്ച് പഴയതാണെങ്കിലും നിങ്ങൾ പുതിയ തന്നെ യൂസ് ചെയ്തോട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂണിഫോമിലൊന്നും കറയാക്കണ്ട, പിന്നെ അത് മതി ചീത്തേക്കാൻ. അപ്പൊ ഞാനിവിടെ ബാഡ്ജിന്റെ ബാക്കിൽ പിന്നെ ഒരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നൊക്കെ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ എങ്ങനെ ചേച്ചി യൂണിഫോമിൽ ഇരിക്കുക? അത് അപ്പൊ തന്നെ പറഞ്ഞു പോയില്ലേന്ന്. അതെനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനത്തെ സാധനമൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വരെ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനമൊക്കെ വെച്ച് കാണിച്ചത്. ഇനി നിങ്ങൾക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആ പിന്നെ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഗ്ലൂ ഗൺ ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരെ കമന്റ് ബോക്സിൽ പോയിട്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പൊ അവർക്കും ഉണ്ടാക്കാലോ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.